ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തു മുന്തിരിവള്ളിയാണ്. തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്ന ഓരോരുത്തരും അവനോട് പാപമോചനത്തിനായി അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അവനെ കർത്താവും രക്ഷകരുമായി സ്വീകരിക്കുക. മനുഷ്യൻ മുന്തിരിവള്ളിയിലുള്ള ഒരു കൊമ്പ് പോലെയാണ്. കൊമ്പ് മുന്തിരിവള്ളിക്ക് വേണ്ടി ജീവിക്കുന്നില്ല, പക്ഷേ അത് മുന്തിരിവള്ളിയുടെ ജീവൻ അതിലേക്ക് ഒഴുകാൻ അനുവദിക്കുന്നു. അതുകൊണ്ടാണ് കൊമ്പിന് ജീവൻ ഉള്ളതും ഫലം കായ്ക്കുന്നതും. മുന്തിരിവള്ളിയുടെ ജീവൻ കൊമ്പുകളിലേക്ക് ഒഴുകുന്നില്ലെങ്കിൽ അതിൻ്റെ ഇലകൾ ഉണങ്ങുന്നു, ആ കൊമ്പും ഉണങ്ങുന്നു. മുന്തിരിവള്ളിയുടെ ജീവൻ കൊമ്പുകളിലേക്ക് ഒഴുകുന്നുവെങ്കിൽ അത് പച്ചയായി തുടരും, ഫലം കായ്ക്കുകയും ചെയ്യുന്നു. പാപിയായ മനുഷ്യന് ദൈവം നിശ്ചയിച്ച ശിക്ഷ നരകമാണ്. എന്നാൽ യേശുക്രിസ്തു മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ യാഗമായി. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളും അവനെ അനുഗമിക്കുവാനിടയാകട്ടെ. അവൻ്റെ ജീവിതം നിങ്ങളിൽ വ്യാപരിക്കട്ടെ. നിങ്ങളും ഫലം കായ്ക്കട്ടെ. ദൈവം അതിനായി സഹായിക്കട്ടെ.